Welcome to Complementary Physics S3, 35th lecture, Magnetism, Electron Theory of Magnetism, Semester 3, Electron Theory of Magnetism, topic from magnetism. Before going in detail to electron theory, we do some problem from previous topic. Problem number 1. The magnetic field in silicon is 1.2 into 10 raised to 5. We read as 10 raised to 5 ampere per meter. Calculate the magnetization and flux density in silicon. You read as in silicon, if its magnetic susceptibility is minus 4.2 into 10 raised to minus 6. Also compute the relative permeability of the material. Also compute the മതിയാകും. ഓൾസോ കമ്പ്യൂട്ട് ദി റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദിസ് മെറ്റീരിയൽ. ഈ സിലിക്കണിൽ നമ്മൾ കൊടുക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് 1.2 into 10 raised to 5 ആംപിയർ പെർ മീറ്റർ ആണ്. എച്ച് ഫീൽഡാണ്. മാഗ്നറ്റൈസേഷൻ കണ്ടുപിടിക്കണം, ഫ്ലെക്സ് ഡെൻസിറ്റിയും കണ്ടുപിടിക്കണം. ഈ വസ്തുവിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി -4.2 into 10 raised to -6 ആണ്. കാരണം ഈ സിലിക്കൺ ഡയാമാഗ്നറ്റിക് ആണ്. അതുകൊണ്ടാണ് സസെപ്റ്റബിലിറ്റി മൈനസ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിന് കൂടെ റിലേറ്റീവ് പ്രിമിയബിലിറ്റിയും കാരണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് നേരിട്ട് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ ഇക്വേഷനകത്ത് നേരിട്ട് വാല്യൂസ് കൊടുത്താൽ മതി. ആൻഡ് യു സി ആ പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. നമുക്ക് ആദ്യം പെർമിയബിലിറ്റി പോലെയുള്ള സംഖ്യകൾ കണ്ടുപിടിക്കുക, സസെപ്റ്റബിലിറ്റി കണ്ടുപിടിക്കുക. H is equal to 1.2 into 10 raised to 5 given. Psi is equal to -4.2 into 10 raised to -6. ആദ്യം നമ്മൾ മാഗ്നറ്റൈസേഷൻ കാണുന്നത് എം എന്ന് പറഞ്ഞാൽ ഐ തന്നെ മാഗ്നറ്റൈസേഷൻ. Psi is equal to M/H. M is equal to psi H. That is M is equal to -4.2 into 10 raised to -6 into 1.2 into 10 raised to 5 is equal to -0.504 ആംപിയർ പെർ മീറ്റർ. അപ്പോൾ ഇവിടെ ഈ മൈനസ് വരാൻ കാര്യം സസെപ്റ്റബിലിറ്റി മൈനസ് ആയതുകൊണ്ടാണ്. എം മൈനസ് വരുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് മാഗ്നറ്റൈസേഷൻ ഈസ് ഓപ്പോസിറ്റ് ഫീൽഡ് ഫോർ ഡയാമാഗ്നറ്റിക് എന്നാണ് അർത്ഥം. ഈ എം എന്നുള്ളത് മൈനസ് സൈൻ ഇവിടെ കിട്ടാനുള്ള കാരണം, ആ കാരണം എഴുതണ്ട, ഇത് പറയുകയാണ്. ഈ മാഗ്നറ്റൈസേഷൻ സംഭവിക്കുന്നത് ഡയാമാഗ്നറ്റിക് വസ്തുവിൽ ഫീൽഡിന് ഓപ്പോസിറ്റായിട്ടാണ്. അപ്പോൾ നമുക്ക് എം കിട്ടിയല്ലോ. ഇനി ഫ്ലെക്സ് ഡെൻസിറ്റി കാണാം. ബി μ0 into H+m or H+i. ഞാൻ പറഞ്ഞു ഈ മാഗ്നറ്റൈസേഷന് സിമ്പൽ ഐയോ, ക്യാപിറ്റൽ ഐയോ എമ്മോ മാറി ഉപയോഗിക്കാം. സോ ബി is equal to μ0 H+m equal to 4 into 10 raised to -7 into H ഫീൽഡ് 1.5 into 10 raised to 5 -0.504, വളരെ കുറവ്. അപ്പോൾ ആ ബ്രാക്കറ്റിലെ ടൈം 1.2 into 10 raised to 5 തന്നെ വരും. അപ്പോൾ ആൻസർ ഈസ് 0.151 ടെസ്ല. ദാറ്റ് ഈസ് ഫ്ലെക്സ് ഡെൻസിറ്റി. അപ്പോൾ ഇനി പെർമിയബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കും. നമുക്ക് കണ്ടുപിടിക്കുന്നത് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയാണ് കാണേണ്ടത്. പിന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. അപ്പോൾ പെർമിയബിലിറ്റി നേരിട്ട് കാണണ്ട, റിലേറ്റീവ് പെർമിയബിലിറ്റിയും സസെപ്റ്റബിലിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ബി കിട്ടി. ഇനി റിലേറ്റീവ് പെർമിയബിലിറ്റി μ1 1+i ആണ്. സൈയുടെ വാല്യൂ തന്നിട്ടല്ലോ 1+i. Psi is -4.2 into 10 raised to -6. അപ്പോൾ അത് 1 -0.0000042 ഇത് വരും. അപ്പോൾ അത് കിട്ടുന്നത് 0.999 അങ്ങനെ പോവും. അത് 1 കിട്ടും. അതാണ് μr വാല്യൂ. ഈ മ്യൂ ആണെങ്കിൽ μr μ0 4π into 10 raised to -7 കൊണ്ട് ഗുണിച്ചാൽ മതി, അത് തന്നെ കിട്ടും. 4π into 10 raised to -7 ഇത് 1 ആണല്ലോ. അപ്പോൾ പ്രോബ്ലം എനിക്ക് മനസ്സിലായി കാണും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്ലെക്സ് ഡെൻസിറ്റി കണ്ടതിന് ശേഷം റിലേറ്റീവ് പെർമിയബിലിറ്റി കണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാണാൻ ചോദിച്ചോളൂ നോക്കിയേ. ഫൈൻഡ് മാഗ്നറ്റൈസേഷൻ അത് ആദ്യം കണ്ടു, ഫ്ലെക്സ് ഡെൻസിറ്റി രണ്ടാമത് കണ്ടു. B/H എടുക്കുകയാണെങ്കിൽ നമുക്ക് മ്യൂ കിട്ടും. മ്യൂ കിട്ടാൻ വേറെയും മാർഗം. മ്യൂ കിട്ടാനായിട്ട് നമുക്ക് ഈ μr കണ്ടിട്ട് μ0 കൊണ്ട് ഗുണിച്ചാൽ മതി. μr μ0
പിന്നെ മ്യൂ യോജിച്ചിട്ടില്ല. മ്യൂ ആറാണ് നമ്മൾ കണ്ടിരിക്കുന്നത് 1+i. ഇനി അടുത്ത പ്രോബ്ലം എന്ന് വായിക്കുക. അടുത്ത 2 സ്ലൈഡായിട്ട് അവിടെ ഇരിക്കുന്നത്. എ റോഡ് ഓഫ് magnetic material 0.5 meter length has a coil of 200 turns over it, wound over it uniformly if a current of 2 ampere. അതായത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്, 0.5 മീറ്റർ ലെങ്ത് ആണ്, അതിൻ്റെ പുറത്ത് 200 ടേൺസ് ഉള്ള കോയിൽ ചുറ്റിയിരിക്കുകയാണ്, ഒരു കറണ്ട് 2 ആംപിയർ ആ കോയിലിനകത്തോടി പാസ് ചെയ്തു എന്ന് പറയാൻ പോവുകയാണ്. ഈ സെൻറ്റ് കറണ്ട് ഓഫ് 2 ആംപിയർ സെൻറ്റ് ത്രൂ ഇറ്റ് കാൽക്കുലേറ്റ് 1 the magnetic field, B intensity of magnetization, M, C magnetic induction, B, and D relative permeability of the material. Psi given 6 × 10⁻⁻3. അപ്പോൾ ഒരു വസ്തുവിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം എച്ച് ഫീൽഡ് കാരണം, പിന്നെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എം അല്ലെങ്കിൽ ഐ കാരണം, മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി കാരണം, റിലേറ്റീവ് പെർമിയാബിലിറ്റിയും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ ഒരു സോളിനോയിഡിൽ നമ്മൾ +2 പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഒരു സോളിനോയിഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ബി ഈസ് മീസർ NI. ഒരു സോളിനോയിഡ് ഫീൽഡാണ്. ഐ കറണ്ടാണെങ്കിൽ, ഇവിടെ ഐ കറണ്ടാണ് കേട്ടോ, അല്ലാതെ മാഗ്നറ്റൈസേഷൻ അല്ല. ഒരു സോളിനോയിഡ് ഫീൽഡ് അതിൻ്റെ ഇക്വേഷൻ B = μ0 NI എന്നാണ്. അപ്പോൾ ഇനി ബിക്ക് μ0 H എന്ന റിലേഷൻ ഉണ്ട് വാക്വത്തിലെ. B ഈസ് μ0 H അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ, കണ്ടക്ടേഴ്സിൽ അങ്ങനെ തന്നെ μ0 H. അപ്പോൾ അതിനായിട്ട് ഇക്വേറ്റ് ചെയ്താൽ H ഫീൽഡ് കിട്ടുന്നത് നമുക്ക് NI എന്നുണ്ട്. NI കാരണം μ0 H μ0 NI കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ μ0 വെട്ടിപ്പോയിട്ട് H ഫീൽഡ് ഈസ് NI. ഇനി ഈ സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ ആണ്. അത് ക്യാപിറ്റൽ N/L ആണ്. ക്യാപിറ്റൽ N/L ആകെ ടേൺസിനെ ആകെ ലെങ്ത് കൊണ്ട് ഹരിക്കുന്നതാണ് സ്മോൾ n. സോ H = N/L ആയി. ഇത് നോക്കൂ, N is 200, L is 0.5 meter, I is 2 ampere, therefore H is equal to 200 into 2 by 0.5, 800 ampere per meter. That is the H field. H field we have determined. Ampere per meter is the unit of H field. Now we find magnetization. Magnetization M is equal to psi H. By definition of psi you know, susceptibility M/H or I/H. So M is equal to psi H. That is M is equal to 6 × 10⁻⁻3. That is psi into H field 800, 4.8 ampere per meter. Next value is B magnetic flux, μ0 H plus M, and that we simplify 4π × 10⁻⁷ into H 800 plus M 4.8. That we get as 1.08 × 10⁻³ Weber meter is to -2, or Weber per meter square. Number D, relative permeability. That you know, μr is 1+i, 1+8, 6 × 10⁻³ 1 plus 0.006 equal to 1.006. That is the answer. Now one more problem. A magnetic field of 4000 ampere per meter produces a flux density of 16 pi Weber meter is to -2 in a bar of iron. Calculate the relative permeability and susceptibility of the material. So you see the problem.
A magnetic field of 4000 ampere per meter produces a flux density of 16 pi. 16 pi Weber meter is to minus 2 in a bar of iron. Calculate the relative permeability and susceptibility of the material. അപ്പോൾ നമുക്ക് മ്യൂ ആർ കാണണം, സൈ കാണണം. ഇവിടെ എച്ച് ഫീൽഡ് നമുക്ക് നേരിട്ട് തന്നിരിക്കുകയാണ് 4000 ആംപിയർ പെർ മീറ്റർ. ബി ഫീൽഡ് തന്നിട്ടുണ്ട് 16 പൈ വെബർ മീറ്റർ ഈസ് ടു മൈനസ് 2. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മ്യൂ ആദ്യമേ കണ്ടുപിടിക്കാം. മ്യൂ ഈസ് ഈക്വൽ ബി ബൈ എച്ച് 16 പൈ ബൈ 4000 ഈക്വൽ ടു 0.01256 ആംപിയർ Henry per meter. Mu is Henry per meter. The unit is H bar m. Relative permeability mu r is mu by mu 0 equal to 0.01256 by 4 pi into 10 raised to minus 7. That is equal to 10 raised to 4. The answer. Susceptibility psi is equal to psi question mark. Mu r we know 1 plus psi. That is psi is mu r minus 1. 10 raised to 4 minus 1. 10,000 minus 1. 9,999. Now we come to the topic electron theory of magnetism. And here in this we need to study two important expressions, definitions. Electron theory of magnetism. Two magnetic moments of atom. അപ്പോൾ ഈ ആറ്റമിലാണ് ഇലക്ട്രോൺ ഉള്ളത്. ഈ ആറ്റമിനെ സംബന്ധിച്ച് രണ്ട് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ആറ്റമുകളെല്ലാം മാഗ്നറ്റാണ്. ആറ്റമുകൾ ചാർജ് ക്യാരി ചെയ്യുന്നതാണല്ലോ, ചാർജ് ചലിക്കുന്നതാണല്ലോ. ഇലക്ട്രോൺ ചുറ്റിനും സഞ്ചരിക്കും. പ്രോട്ടോണിന് മൂവ്മെന്റ് ഉണ്ട് ന്യൂക്ലിയസിലാണെങ്കിലും. അപ്പോൾ ഈ ആറ്റം മൂവിങ് ചാർജുകളാണ്. അവ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും, മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാക്കും. രണ്ടു തരം മൊമെന്റാണ് ആറ്റത്തിന് പറയുന്നത്. ടു മാഗ്നറ്റിക് മൊമെന്റ്സ് ഓഫ് ആറ്റം. ഓർക്കണം, atom as a whole is electrically neutral, but it acts like a tiny magnet. It has a moment. There are two moments. What are the two moments? What are the two magnetic moments? ഒരു മാഗ്നറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് അതിൻ്റെ മൊമെൻറ്റ്. ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ടൈനി മാഗ്നറ്റാണ്. അതിന് ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. അത് പറയാം നമ്മൾ. ടു മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഓഫ് ആറ്റം. Electrons in an atom have two kinds of motion, namely the orbital motion and spin motion. ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണിന് രണ്ടു തരം മോഷൻ, രണ്ടു തരം ചലനം, രണ്ടു തരം മോഷൻ ഉണ്ട്. ഒന്ന് ഓർബിറ്റൽ മോഷൻ, മറ്റേ സ്പിൻ മോഷൻ. ഓർബിറ്റൽ മോഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റും പ്രത്യേക ഓർബിറ്റിൽ കറങ്ങുക. പിന്നെ സ്പിൻ മോഷൻ എന്ന് പറഞ്ഞാൽ ഈ ആറ്റം അതിൻ്റെ ഇലക്ട്രോൺ അതിൻ്റെ സ്വന്തം ആക്സിൽ കറങ്ങുക എന്ന് പറയും. അതായത് എർത്തിൻ്റെ മോഷൻ പോലെ തന്നെ. എർത്തിന് രണ്ട് മോഷൻ ഉണ്ടല്ലോ സൂര്യന് ചുറ്റും. ഒരു മോഷനെ നമ്മൾ പറയും റെവല്യൂഷൻ എന്ന് പറയും. സൂര്യന് ചുറ്റുമുള്ള കറക്കം, ഒരു വർഷമെടുത്തുള്ള കറക്കം റെവല്യൂഷൻ. പിന്നെ സ്വന്തം ആക്സിൽ കറക്കം റൊട്ടേഷൻ എന്ന് പറയും. അത് 1 day പീരീഡിൽ സ്വന്തം ആക്സിൽ കറങ്ങുന്നതിന് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയും. അപ്പോൾ ഈ റൊട്ടേഷൻ സ്പിന്ന് ഇവിടെ വിളിക്കുന്നത്. ആറ്റത്തിലെ ഇലക്ട്രോൺ മോഷൻ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് അതിൻ്റെ ഓർബിറ്റൽ മോഷൻ, മറ്റേ സ്പിൻ മോഷൻ. An electron in an atom has two kinds of motion. One is called orbital motion, other is called spin motion. Orbital motion is along an orbit. Spin motion is about its axis. Therefore, atom has two magnetic moments. ഇപ്പോൾ മോഷൻ ഉണ്ടെങ്കിൽ ചാർജ് ചലിച്ചാൽ മൊമെന്റ് ഉണ്ടല്ലോ. So atom has two magnetic moments. They are one orbital magnetic moment μl and other is spin magnetic moment μs. ഇപ്പോൾ രണ്ട് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട് ആറ്റത്തിന് ഇലക്ട്രോൺ മോഷൻ മൂലം. ഒന്നാമത്തതിനെ നമ്മൾ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻ്റ് മ്യൂവൽ എന്ന് വിളിക്കും. രണ്ടാമത്തതിനെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് മ്യൂവസ് എന്ന് വിളിക്കും. അപ്പോൾ ഓരോന്നേ പറയുകയാണ്. എന്താണ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻ്റ് മ്യൂവൽ? ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ മ്യൂവൽ ഈസ് E/2m into capital L. E/2m into capital L, where capital L is the orbital angular momentum of the electron. But L, orbital angular momentum, L is small in this by 2 pi, where small l is the orbital quantum number. അപ്പോൾ orbital angular momentum, orbital quantum number in this by 2 pi എന്നാണ്.
അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? mu L is equal to E by 2 ohm into capital L, that is small l into h by 2 pi. L we can take right first. So mu L is equal to L into h by 4 pi m. If L is 1, you know, L can take values 0, 1, 2, 3, etc. If L is 1, we get mu L is equal to h by 4 pi m. It is a very important quantity that we see in the next article. That means in the next lecture. If L is 1, we get a quantity. Here mu L is h by 4 pi m. It is a very, very important quantity that we see in the next class. And now comes spin magnetic moment mu s. It is given by the expression mu s is E by m into s. You note it is E by m into s, not E by 2m. E by m into s. Capital S vector, where capital S vector is a spin angular momentum. Spin angular momentum, capital S vector is equal to small s in h by 2 pi. You note carefully. Capital S vector is small s in h by 2 pi. Small s is half. Spin quantum number is half. Half in h by 2 pi, that is h by 4 pi. Therefore, mu s is E by m into h by 4 pi. We get mu s is E h by 4 pi. That is very important quantity. Mu s is E h by 4 pi. That is the spin magnetic moment. So orbital magnetic moment is mu L is L into h by 4 pi m, and the spin magnetic moment is mu s is h by 4 pi m. H by 4 pi m is a very important quantity that we can see. That is all with your 35th That is all with your 35th lecture on complementary physics. Thank you very much.